നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യയിലെ പ്രധാന വിഭവങ്ങളിലൊന്നായ കൂട്ടുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എളുപ്പത്തിനായിട്ട് നമ്മൾ ഇന്നത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. വെറും 15 മിനിറ്റിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു കൂട്ടുകറി കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് കടലയിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് 5-6 മണിക്കൂർ നന്നായി കുതിർത്തെടുത്ത അരക്കപ്പ് കടലയിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 5-6 വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കൂട്ടുകറിക്ക് വേണ്ട തേങ്ങ വറുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഉഴുന്നുപരിപ്പിൻ്റെ കളറെല്ലാം ഒന്ന് മാറി കിട്ടും വരെ ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളറെല്ലാം ഒന്ന് മാറിയതിന് ശേഷം 2 കപ്പ് ചിരകിയ തേങ്ങ ഒരേ പാകത്തിന് എളുപ്പത്തിലൊന്ന് വറുത്ത് കിട്ടാനായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്ത ശേഷം ചേർക്കാം. കൂട്ടുകറിയിൽ തേങ്ങ ഇതുപോലെ കുറച്ചധികം ചേർക്കും. ഈ തേങ്ങ നമ്മൾ 2 തരത്തിലാണ് കറിയിലേക്ക് ചേർക്കുന്നത്. 1/3 ഭാഗം അരച്ചും ബാക്കി വറുത്തുമാണ് ചേർക്കുന്നത്. ഇതിനോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടും വരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഒന്ന് വറുത്ത ശേഷമാണ് നമ്മളിത് അരച്ച് ചേർക്കുന്നത്. തേങ്ങ പച്ചയ്ക്ക് അരച്ച് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ 1/3 ഭാഗം മാറ്റി വെച്ചിട്ട് 2 നുള്ള ചെറിയ ജീരകവും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തേങ്ങയുടെ കളർ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായതിനു ശേഷം ഇതിൻ്റെ 1/3 ഭാഗം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തേങ്ങയുടെ കളർ ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ നിറമായി കിട്ടും വരെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പാകമായി കിട്ടിയാൽ തീ ഓഫ് ചെയ്ത ശേഷം ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ചേർത്ത് യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടല ഇവിടെ പാകത്തിനൊന്ന് വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ 1 കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ നേന്ത്രക്കായയും 1 കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ ചേനയും കൂടി ചേർക്കാം. വെള്ളരിക്കയോ കുമ്പളങ്ങയോ ക്യാരറ്റോ പോലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികളും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. നമ്മളിത് എളുപ്പത്തിനായിട്ട് കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് ഇതുപോലെ ഒരേ വേവുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർക്കുന്നതാവും നല്ലത്. ഇതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ട്രഡീഷണൽ രീതിയിൽ കൂട്ടുകറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പൊടികൾ ചേർക്കുന്നതിന് പകരമായിട്ട് കുരുമുളകും വറ്റൽമുളകും ഒന്ന് വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുമ്പോൾ 7-8 വറ്റൽമുളകും 1 ടീസ്പൂൺ കുരുമുളകും ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ട് പച്ചക്കറികൾ വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 1 വിസിലടിച്ചെടുക്കാം. 1 വിസിലടിച്ചാൽ ഉടനെ പച്ചക്കറികൾ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം ഒട്ടും ഉടഞ്ഞു പോവാതെ പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം തേങ്ങയുടെ പച്ചച്ചുവെല്ലാം മാറി കറി ഒന്ന് കുറുകി പാകമായി കിട്ടാനായിട്ട് 2-3 മിനിറ്റ് കൂടി നമുക്കത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങയുടെ പച്ചച്ചുവെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ട് ഇതിനോടൊപ്പം ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. സാധാരണ സദ്യ സ്റ്റൈൽ കൂട്ടുകറിയിൽ ഇതുപോലെ ശർക്കര ചേർക്കാറുണ്ട്. ശർക്കര ചേർത്തിട്ടുള്ള കറിയുടെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഒഴിവാക്കാവുന്നതാണ്. ശർക്കര ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ സ്വാദ് കൂട്ടാനായിട്ട് 1-2 കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം 2-3 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ തേങ്ങക്കൊത്ത് ചേർത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങക്കൊത്തിൻ്റെ കളർ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയാൽ എണ്ണയിൽ നിന്നും തേങ്ങക്കൊത്ത് മാത്രം കോരിയെടുത്തിട്ട് നമുക്കത് കൂട്ടുകറിയിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള അതേ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. തിരക്കുള്ള സമയങ്ങളിൽ വെറും 15 മിനിറ്റിൽ നമുക്കിതുപോലെ കൂട്ടുകറി തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ എന്നാൽ രുചിയൊട്ടും കുറയാതെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു കൂട്ടുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.